إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ വിധിവിലക്കോടെ ജീവിതത്തിന്റെ നിഖില മേഖലയിലും യഥാവിധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പുണ്യമാക്കപ്പെട്ട മാസം എന്ന് പഠിപ്പിക്കപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് റജബ് എന്ന് നമുക്കറിയാം. പരിശുദ്ധമായ മാസങ്ങൾ ഏതൊക്കെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സലാസുൻ മുതതാലിയ വഹിയ ദുൽഖഅദ് വദുൽഹിജ്ജ വമുഹറം. തുടർച്ചയായി വരുന്ന 3 മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം എന്നിവ. പിന്നീട് അതിൽ നിന്ന്
മാറി നിൽക്കുന്ന മറ്റൊന്ന് റജബ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാസങ്ങൾ പരിശുദ്ധമാക്കിയത്, എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നും ഖുർആൻ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട്. അതിലേറെ പ്രാധാന്യം ഉൾക്കൊള്ളേണ്ടുന്ന വാക്ക് ഫലാ തളിരിമു ഫിഹിന്ന അംഫുസക്കും. ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമങ്ങൾ പ്രവർത്തിക്കരുത് എന്നാണ്. യുദ്ധം, വഴക്ക് പോലെയുള്ള അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും വിശ്വാസികൾ ഈ മാസങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, റജബിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകമായി പരാമർശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പരിശുദ്ധിയെ ഒരു വിശ്വാസി മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഇന്ന് സത്യത്തിൽ സമൂഹത്തിൽ വളരെയധികം അപജയം സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. റജബിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് സത്യത്തിലിത്. ആത്മീയപരമായും ആരാധനാപരമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരുപാട് ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കടത്തിക്കൂട്ടിയ ഒരു മാസമാണ് യഥാർത്ഥത്തിൽ റജബ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സലഫി ആദർശം ഉൾക്കൊള്ളുന്ന ആളുകളിൽ നല്ലൊരു ശതമാനത്തിനും ഇതിൻ്റെ മഹത്വം അറിയും എങ്കിലും ഒരുപക്ഷെ അറിവുകേട് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തുള്ള വീഴ്ച കാരണത്താൽ ഈ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ആ കാര്യം മനസ്സിലാക്കുന്നിടത്ത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ചില ആളുകൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, പരിശുദ്ധ മാസങ്ങളിൽപ്പെട്ട ദുൽഹജ്ജ് മാസമാവട്ടെ, മുഹറം ആവട്ടെ, അതല്ലാത്ത റമദാൻ പോലെയുള്ള ശ്രേഷ്ഠകരങ്ങളായ മാസങ്ങളാവട്ടെ, ഇതിലൊക്കെ ഒരു വിശ്വാസി ഏതെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം, ഏതെല്ലാം രൂപത്തിൽ ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യവും അവിടുന്ന് വിട്ടേച്ചു പോയിട്ടില്ല. എന്നാൽ റജബ് മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാമാണ് പ്രത്യേകമായി ചെയ്തത്, ഇന്ന് സമൂഹങ്ങൾ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യം ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തോട്, തന്റെ ഉമ്മത്തികളോട് പഠിപ്പിച്ച ഒരു കാര്യം വളരെ ഗൗരവത്തിലാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യം അഥവാ ദീനുൽ ഇസ്ലാം, ഈ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ വഹീ പ്രകാരം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, അതാണ് ദീന്. ആ ദീനിൽ ഇല്ലാത്ത ഒരു പ്രവർത്തനം നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അതിനെ തള്ളിക്കളയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംശയലേശമന്യേ തന്റെ ഉമ്മത്തികൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ സാധാരണയായി കേൾക്കാറുണ്ട് ഖുത്ബകളിലൊക്കെ, അതിന്റെ ആമുഖ ഭാഷണത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. ഓരോ പുത്തനാചാരങ്ങളും അത് പുതിയതായി ഉണ്ടാക്കുന്നത് മുഴുവനും
ബിദ്അത്താണ്, അത് പുതുനിർമ്മിതികളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെയാണോ പുതിയതായി കടത്തിക്കൂട്ടി കൊണ്ടുവരുന്നത് അത് മുഴുവനും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, വഴികേട് മുഴുവനും ചെന്നെത്തുക നരകത്തിലേക്കാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം വഴികേടാണ് എന്ന് കൃത്യമായി മനസ്സിലാവുക? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവിടുത്തെ ജീവിതചര്യയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതും കേട്ടതുമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അയാളെ കണ്ടാൽ നല്ല കാണാൻ ഭംഗിയുള്ള രൂപമാണ്, വേഷമാണ് എന്ന് വിചാരിച്ച് അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദീനായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, നോക്കേണ്ടത് സലഫു സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച് തങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സഹാബത്തിന്റെ മാതൃക ഉള്ളതാണോ ഇല്ലേ? ഇതായിരിക്കണം ഒരു മുസ്ലിം പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയ ഒരു മദ്ഹബ് ചിന്താഗതിയാണല്ലോ ഷാഫിഈ മദ്ഹബ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഈ റജബ് മാസത്തിന്റെ പേരിൽ ഇന്ന് സമൂഹം കാട്ടിക്കൂട്ടുന്ന പല അനാചാരങ്ങളെ സംബന്ധിച്ചും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും അവയെ സംബന്ധിച്ച് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഷാഫിഈ ഇമാമും അദ്ദേഹത്തെ പിൻപറ്റുന്നവരായ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ തീർച്ചയായും ഈ റജബിൽ കടന്നുകൂടിയിട്ടുള്ള ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ നമ്മളിൽ അധിക ആളുകളും, ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹം ഇതിന്റെ ഹക്കും ബാത്തിലും മനസ്സിലാകാതെ എല്ലാം നല്ലതാണെന്ന് ഉള്ള വിചാരത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളിലും അതുപോലെ തന്നെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത പല കർമ്മങ്ങളും ഒക്കെ കാട്ടിക്കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഷാഫിഈ മദ്ഹബിന് പോലും എതിരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ആ ഒരാൾക്കും തള്ളിക്കളയാനാവാത്ത ഒരു മഹാപണ്ഡിതനായിരുന്നു ബഹുമാന്യനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് റജബിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. തബയീനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം അതിൽ രചിച്ചിട്ടുണ്ട്. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ പോരിശകൾ ഒരുപാട് അതിൽ അദ്ദേഹം നിരത്തുന്നതോടൊപ്പം റജബിൽ ഇന്ന് സമൂഹങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതിൽ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നതായി കാണാം. നമ്മൾ മനസ്സിലാക്കണം, റജബിന്റെ പേരിൽ നരകം വാങ്ങുന്ന ഒരുപാട് മുസ്ലിങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. റജബ് പുണ്യകരമായൊരു മാസമാണ്. ആ മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണുള്ളത്. ആമുഖമായി നമ്മളത് മനസ്സിലാക്കണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായി എണ്ണിയിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്താണ്, നബി പഠിപ്പിച്ചു, നബി പ്രാർത്ഥിച്ചു, നബി ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഒരുപാട് കർമ്മങ്ങൾ ഇന്ന് റജബിന്റെ പേരിൽ കണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയ ഒരു കാര്യമുണ്ട്. ഇന്ന കദിബൻ അലയ്യ, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കളവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു കാര്യം നമ്മളത് നബി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസിന്റെ രൂപേണ ഉദ്ധരിച്ചാൽ അത് നുണയാണെങ്കിൽ ലൈസ കദബി അഹദിൻ, നിങ്ങൾ തമ്മിൽ നുണ പറയുന്നത് പോലെ ആവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് മറ്റുള്ള ആളുകൾ തമ്മിൽ പറയുന്ന കളവ് പോലെ ആവില്ല. ഫമൻ കദിബ അലയ്യ മുതഅമ്മിദൻ, എന്റെ പേരിൽ മനഃപൂർവ്വം ഒരാൾ ഒരു കള്ളം കെട്ടിച്ചമച്ചാൽ എന്താ അതിന്റെ പരിണിത ഫലം? ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ നരകത്തിൽ അവന് വേണ്ടി ഒരു ഇരിപ്പിടം റിസർവ് ചെയ്തു കൊള്ളട്ടെ. റസൂലുള്ള ചെയ്യാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞാടുകയാണ്. റജബ് കടന്നു വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് അടിസ്ഥാനമുണ്ടോ എന്ന് പോലും സമൂഹം നോക്കാതെ ഒക്കെ പുണ്യമാണ് എന്നുള്ള നിലയിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ പേരിലാണ് ആ ആരോപണം നടത്തുന്നത് എങ്കിൽ തീർച്ചയായും അവന്റെ നരകത്തിലാണ് ഇരിപ്പിടമുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും നിസ്സാരമായി നമ്മൾ ഈ റജബ് മാസത്തിൽ ഒരു പള്ളിയിൽ കടന്നു ചെന്നു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകൾ, അവിടങ്ങളിൽ നടത്തുന്ന കൂട്ടുപ്രാർത്ഥനകളിൽ റജബ് വന്നു കഴിഞ്ഞാൽ പതിവായി ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ഫീ റമളാൻ. കേട്ടിട്ടുണ്ടാവില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ, അതുപോലെ തന്നെ ഞങ്ങളെ റമളാനിലേക്ക് ഞങ്ങളെ നീ ആയുസ്സോടുകൂടി എത്തിക്കണേ. എത്ര നല്ല പ്രാർത്ഥന, നല്ല അർത്ഥവത്തായ പ്രാർത്ഥനയാണ്, വളരെ അർത്ഥസമ്പുഷ്ടമാണത്. പക്ഷേ സ്ഥിരമായി ഓരോ വക്തിലും ഒരാൾ ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഈ പ്രാർത്ഥന ഉദ്ധരിക്കാറുള്ളത്. അത് കള്ളമാണ്. സ്വഹീഹായ റിപ്പോർട്ടിലൂടെ ഇങ്ങനെ ഒരു പ്രാർത്ഥന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥന മറ്റുള്ള സമൂഹത്തെ നമ്മൾ ആ നിലയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി മാറും. അതാണ് പറഞ്ഞത്, ഒരു വാക്ക് പോലും റസൂലുള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നബിയുടെ പേരിൽ ആരോപിച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആണ്. റജബ് മാസമായി കഴിഞ്ഞാൽ പല ആളുകളും പ്രത്യേകമായ ഉംറ പാക്കേജുകൾ ഉണ്ടാക്കുന്നത് കാണാം. റജബിൽ ഉംറ ചെയ്തു കഴിഞ്ഞാൽ വലിയ പുണ്യമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഉംറ നിർവഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റജബിലുള്ള ഉംറക്ക് വലിയ പ്രാധാന്യമാണ് എന്നൊക്കെ നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്. ഈ ഇന്നത്തെ കളക്ഷന്റെ കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാണ് ജാമിയ നദ്വിയയുടെ അതിന്റെ പേരുള്ള ദേവാ സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ടുള്ളതാണ്. അപ്പോൾ അത് ആളുകളത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്ക് സംഭാവന അർപ്പിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറയുകയുണ്ടായി. എഴുത്തമറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഉംറ നിർവഹിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിവരം ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞു. അവര് വല്ലാത്തൊരു വെറുപ്പാണ് അതിനോട് പ്രകടിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ആ വാക്കിനോട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു. യാ റഹമക്കല്ലാഹ് യാ അബാ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ, അല്ലാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ, അല്ലാഹു താങ്കളോട് കരുണ കാണിക്കട്ടെ. കാരണം നല്ലൊരു മനുഷ്യനാണ്, മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാപ്രവാചകൻ, ഒരു മഹാ സഹാബിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ധരിച്ചു വെച്ച ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വമാ അത്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തുൻ, ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖണ്ഡിതമായ വാക്കുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞു, ഉടനെ തന്നെ സഹാബത്തിന്റെ രീതി അതാണ്, അവരത് തിരുത്തുന്നു. അപ്പോ ഇല്ലാത്തൊരു ഉംറ പ്രത്യേകമായി റജബിൽ അതിന്റെ പേരിൽ പോലിശയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പഠിപ്പിക്കുമ്പോ അത് ബിദ്അത്തായി. വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അതേപോലെ തന്നെ റജബ് കടന്നു വരുമ്പോ ആ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ചെയ്തു വരുന്ന ഒരു പ്രത്യേകമായ നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിന് റഗായിബ് നമസ്കാരം എന്നാണ് അതിന് പേര് കൊടുത്തത്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനൊക്കെയുള്ള ഒരു നമസ്കാരമാണ്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ കൃത്യമായി വിശദീകരിക്കുന്നത് കാണാം.
സ്വലാത്തുർ റഗായിബി ബിദ്അത്തുൻ ലാ അസ്ല ലഹാ ഫി ശർഇ. സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്. ഒരു അടിസ്ഥാനവും ശർഇൽ അഥവാ ഇസ്ലാമിക വിധിയിൽ അതിനില്ല എന്നുള്ളത്. അത് നമസ്കരിക്കലെപ്പോഴാണ്? റമദാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അന്ന് നോമ്പ് നോറ്റിട്ട് രാത്രി കാര്യങ്ങളിൽ പ്രത്യേകമായി ഒരുപാട് 12 റക്അത്തൊക്കെയാണ് തോന്നുന്നു, അതിന്റെ കൃത്യമായൊരു ഓർമ്മയില്ല. ഏതായാലും ഇങ്ങനെ ഒരു റഗായിബ് നമസ്കാരം എന്നുള്ള പേരിൽ ഒരു നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റജബിൽ പ്രത്യേകമായി പ്രവാചകൻ നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുന്നത്, റജബ് മാസത്തിൽ റസൂലുള്ളാഹി തീരെ നോമ്പ് നോറ്റിട്ടില്ല എന്നാണ് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? തീരെ നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജബിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായൊരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നോറ്റിട്ടില്ല. എന്നാൽ വ്യാഴം, തിങ്കൾ, വ്യാഴം പോലെയുള്ള ദിവസങ്ങൾ, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 പോലെയുള്ള ദിവസങ്ങൾ ഇത് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോൽക്കുന്ന നോമ്പാണ്. അത് റജബിലാണെങ്കിലും നമുക്ക് ആ ഒരു നിയത്തോടു കൂടി നോക്കാം. പക്ഷെ റജബിന്റെ പോരിശയാക്കപ്പെട്ട നോമ്പാണ് എന്നുള്ള നിലയിൽ ഒരിക്കലും അത് നോൽക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു, റജബ് പരിശുദ്ധ മാസമാണ്. ആ പരിശുദ്ധ മാസത്തിന്റെ പേരിൽ ബിദ്അത്തുകൾ ചെയ്ത് നരകം വാങ്ങുന്നവരായ ആളുകൾ എന്താണ് അവർ ചെയ്യുന്നത്? നോമ്പാണ്, നമസ്കാരമാണ്, അതുപോലെയുള്ള ഉംറകളാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ പേരിലേക്ക് ചാർത്തിക്കൊണ്ട് പുണ്യമാക്കി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർ വാങ്ങിയെടുക്കുന്നത് അവരുടെ സമ്പാദ്യം നരകമായിരിക്കും. കാരണം അത് ബിദ്അത്താണ്, അള്ളാഹുവിന്റെ അരികിൽ ഒരിക്കലും സ്വീകാര്യമാവുകയില്ല. എന്താ കാരണം? ഇപ്പൊ പ്രത്യേകിച്ച് റജബ് 27-ാം രാവൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായി നമ്മുടെ വീടുകളിലൊക്കെ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അന്ന് പ്രത്യേകമായി പ്രാർത്ഥനകളും ഒക്കെ നടത്തും. കാരണം എന്താ? അന്നാണ് മേറാജിന്റെ രാവ് എന്നും പറഞ്ഞുകൊണ്ടാണ്. ഇസ്രാ മേറാജ് റജബിലാണ് സംഭവിച്ചത് എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ മാത്രമാണുള്ളത്. ഇനി ആണെങ്കിൽ തന്നെ അത് റജബ് 27-നാണ് എന്ന് ഒരു ഖണ്ഡിതമായ അഭിപ്രായവും ഒരിക്കലും വന്നിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കത്തിൽ റജബിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ പ്രത്യേകമായി റജബിൽ പോരിശയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ചില ആളുകൾ റജബ് 1 മുതൽ തുടങ്ങും നോമ്പ് വെൽക്കാൻ. എന്നിട്ട് റജബും ഷഅബാനും റമദാനും 90 നോൽമ്പ്. എന്തോ ഒരു തത്വയുടെ നോക്കണം. അള്ളാഹിന്റെ റസൂല് സഹാബത്ത് ചെയ്ത് കാണിച്ചു തരാത്തൊരു കാര്യത്തിൽ ഭയങ്കര തക്കുവേണ്ടി നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെയാണ് പ്രത്യേകത ഉണ്ടാവല്. നമ്മുടെ വീടുകളിലുള്ള വന്യന്മാർ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ട്, ഉമ്മ നിങ്ങൾ വാങ്ങണത് ഈ പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിന്റെ കോപമാണ് എന്നവർ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഉത്ബുദ്ധരായ ആളുകൾക്ക് ഈ വിഷയം പറഞ്ഞു തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക്, കുല്ലു ഇബാദത്തിൻ ലൻ യതഅബ്ബദഹാ അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാര് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ആരാധനാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്ത് ചെയ്യാത്ത ഒരു സൽക്കർമ്മങ്ങളുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മുഴുവനും സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതില്ലാത്തൊരു കാര്യം ഫലാ തഅതബിദൂഹാ, നിങ്ങൾ ആരും അത് ചെയ്യേണ്ടതില്ല. അതാണ് മില്ലത്ത്. പ്രവാചകന്റെയും സഹാബത്തിന്റെയും മില്ലത്തതാണ്. എന്താണോ റസൂലും സഹാബത്തും ചെയ്തത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മതി. അല്ലാത്തതൊന്നും സമൂഹത്തിന് ബാക്കി എന്തെങ്കിലും ഒന്നും പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും അവിടെ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനാൽ നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗം, പാതകളെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് സഹാബിമാർ തന്നെ ഈ സമൂഹത്തിന് കൃത്യമായി ബോധം നൽകിയിട്ടുണ്ട്. ആ ഒരു ഉദ്ബോധനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ, ബിദ്അത്തുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് നമ്മൾ ഭയപ്പെടണം. കാരണം ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും തൗബ ചെയ്യാറില്ല.
ഇത് സൽക്കർമ്മമാണെന്നുള്ള നിലയിലാണ് അത്തരക്കാർ നോമ്പ് നോൽക്കുന്നതും അതുപോലെ തന്നെ റജബിന്റെയും അതുപോലെയുള്ള മാസങ്ങളിൽ പ്രത്യേകമായി ഒരു സ്പെഷ്യൽ ചെയ്തുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്യുക. അള്ളാഹുവിന്റെ അരികിൽ അതൊക്കെ ചാര കൂമ്പാരങ്ങൾ പോലെ ഒന്നുമല്ലാത്തൊരവസ്ഥയായി തീരും എന്നുള്ളത് കൂടെ നമ്മൾ ഭയപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. വിദ്യാർത്ഥികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് സദാ കാവലിനെ തേടുകയും ജാഗരൂകരാകുകയും ചെയ്യണം എന്നുള്ളത് കൂടെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിനെ മനസ്സിലാക്കിക്കൊണ്ടത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف مبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. റജബിൽ സംഭവിക്കുന്ന ഏതാനും ചില അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. നമ്മുടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, റജബ് ശ്രേഷ്ഠകരമായ അള്ളാഹു ആദരിച്ച പുണ്യകരമായ മാസമാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട് പഠിപ്പിച്ചു തന്ന തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുള്ള ദാനധർമ്മങ്ങൾ, ഇതിനൊക്കെ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാത്തത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തത് പഠിപ്പിക്കാത്തത് അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുള്ള താക്കീതാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ഫലാ തുദരിമു ഫീഹിന്ന അൻഫുസകും, അല്ലാഹു പരിശുദ്ധമാക്കിയ മാസങ്ങളിൽ നിങ്ങൾ അക്രമങ്ങൾ പ്രവർത്തിക്കരുത്. നമ്മുടെ നാടുകളിലൊക്കെ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിലാണ് ആളുകൾ പരസ്പരം അടിക്കലും അതുപോലെ തന്നെ തെറിവിളിക്കലും ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടലും ഒക്കെ ഉണ്ടാവാറുള്ളത്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. എന്നാൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും നല്ല ഇത് ഈ പരിശുദ്ധ മാസങ്ങളാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന മരണത്തെ അതിനെ കണക്കാക്കിക്കൊണ്ട് ആ ഒരു കാവലിലായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഈ പരിശുദ്ധ മാസത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു നസീഹത്ത് എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെച്ചത്. അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക, വിദ്യാർത്ഥികളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുക, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി യഥാർത്ഥ സുന്നത്തിൽ അടിയുറക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുവാനും അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളായി തീരുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥ വിശ്വാസിയായി തീർന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.